തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ അൽഫോൻസാമ്മയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. അൽഫോൻസാമ്മയുടെ അടുത്ത് ഈശോ വന്ന് നിൽക്കുമ്പോൾ അൽഫോൻസാമ്മ ഈശോയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഈശോയെ, എന്നെ ഒരു കുഞ്ഞി കിളിയാക്കി മാറ്റണേ, ഭാരമില്ലാത്ത കുഞ്ഞി കിളിയാക്കി മാറ്റണേ. ആരെയും എൻ്റെ ചിറകടി ശബ്ദം കേൾപ്പിക്കാതെ ഞാൻ പറന്നു പറന്നു വന്ന് നിൻ്റെ മടിയിൽ വന്നിരുന്നോട്ടെ എന്ന്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് ശ്രീദേവി ടീച്ചറിൻ്റെ ആത്മായനം എന്ന പുസ്തകം. ആത്മായനത്തിൽ അൽഫോൻസാമ്മയെക്കുറിച്ചാണ് വ്യക്തമായി പ്രതിപാദിക്കുക. അതിലിപ്രകാരം പറയുന്നു: എന്നെ ആരു വേണേലും പരിഹസിച്ചോട്ടെ. അൽഫോൻസാമ്മയുടെ ചിന്തകളാണ്. എൻ്റെ സമൂഹത്തിലോ കൂടെയുള്ളവരോ ആരു വേണേലും എന്നെ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ എന്തു വേണേ ചെയ്തോട്ടെ, പക്ഷേ എനിക്കൊരു സങ്കടവുമില്ല. പക്ഷേ നാഥ, ഞാൻ നിന്നോട് പിണങ്ങും. നിന്നോടുള്ള എൻ്റെ സ്നേഹം, നിനക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന എൻ്റെ ഈ സഹനം, അത് നീ കാണാതിരുന്നാൽ ഞാൻ നിന്നോട് പിണങ്ങും. വീണ്ടും പറയുകയാണ്, ഇന്നത്തെ ലോകത്തിന് ഒരു സന്യാസിനിയായി ജീവിക്കുന്നതിൻ്റെ അർത്ഥമെന്തെന്ന് മനസ്സിലാവില്ല. പക്ഷേ അവർ തിരിച്ചറിയുന്ന ഒരു നാൾ വരും. അന്ന് അവർ എന്നെ കണ്ടുമുട്ടും. ദൈവത്തിൻ്റെ മുന്നിൽ സ്നേഹത്തിൻ്റെ തൈലത്തിന് വേണ്ടി യാചനാപാത്രവുമായി നിൽക്കുന്ന എന്നെ അവർ കണ്ടുമുട്ടുമെന്ന്. തീർച്ചയായിട്ടും വിശുദ്ധർ അവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം ഹൃദയത്തിൽ ഏറെ സൂക്ഷിക്കുന്നവരാണ്. ആ സ്നേഹമാണ് അവർ നമ്മളുമായി പങ്കുവയ്ക്കുന്നതും. വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്, വിശുദ്ധരെ പോലെ ആകുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം.